മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 3 സ്പാൻ കണ്ടിന്യൂസ് ബീമിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. Analyze the continuous beam as shown in figure and draw the bending moment diagram. ABCD എന്ന സപ്പോർട്ട്സ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമാണ് കൊടുത്തേക്കുന്നത്. AB സ്പാന് 6 മീറ്റേഴ്സ് ആണ്, 4 + 2 6 മീറ്റേഴ്സ് ആണ്. BC സ്പാൻ 3 മീറ്റേഴ്സ് ആണ്. CD സ്പാൻ 8 മീറ്റേഴ്സ് ആണ്. AB സ്പാനിൽ ഒരു പോയിന്റ് ലോഡ് 60 kN is acting at a distance of 4 meter from support A. BC ത്രൂ ഔട്ട് ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട് 20 kN/m. CDയുടെ സെൻട്രൽ പോർഷനിൽ ഒരു 30 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് തന്നിട്ടുണ്ട്. AB സ്പാനിന്റെ 1.5 I ആണ്, BC സ്പാനിന്റെ I ആണ്, CD സ്പാനിന്റെ 2I ആണ്. നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നും ചെറിയൊരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും ചെയ്യുന്ന പോലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ട്സും ഫിക്സ്ഡ് ആണ്. ഓക്കെ, എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ വരുന്ന ലോഡിങ്ങിനനുസരിച്ചിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വാല്യൂ AB സ്പാനാണ് നമ്മൾ എടുക്കുന്നത്. MFAB പിന്നെ MFBA ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ MFAB എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? എക്സെൻട്രിക് ലോഡിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, 60 kN എന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദി ഇക്വേഷൻ ഇസ് -WAB²/L², where A is 4 meter and B is 2 meter. So -60 × 4 × 2² / 6², which is equal to -26.67 kN/m. ഇതാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഫോർ ദ സ്പാൻ AB. ഇനി MFBA കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് WA²B/L² ആയിരിക്കും. W വാല്യൂ 60 തന്നെ, A വാല്യൂ 4 ആണ്, ഇപ്പോൾ 4² വന്നു, ഇൻറ്റു B/L² എന്ന് പറഞ്ഞാൽ 6². സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 53.33 kN/m ആയിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് സെക്കൻഡ് സ്പാൻ BC. ഓക്കെ, സെക്കൻഡ് സ്പാനിൽ ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? -WL²/12 +WL²/12 ആയിരിക്കും. അപ്പം MFBC അതേപോലെ MFCB കണ്ടുപിടിക്കുന്നു. MFBCയുടെ വാല്യൂ 15 kN/m ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് നെഗറ്റീവ് സൈൻ ഓവർ ഹിയർ. MFCB ആകുമ്പോൾ പോസിറ്റീവ് 15 kN/m ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് MFCD. MFCD എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒരു 30 kN ലോഡ് എക്സാക്ട്ലി 4 മീറ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ പോയിന്റ് ലോഡിംഗ് ആണിത്. അപ്പോൾ -WL/8 ആയിരിക്കും ഇക്വേഷൻ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു -30 × L വാല്യൂ 8 ആണ്, ഡിവൈഡ് ബൈ 8. യു വിൽ ബി ഗെറ്റിംഗ് -30 kN/m. ഇനി MFDC ആണെങ്കിലോ നെഗറ്റീവ് സൈൻ മാറി അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. സോ 30 kN/m. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഫോർ ഓൾ ദ സ്പാൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ അതിന്റെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ജനറേറ്റ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബീമിലുള്ള ജോയിൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. സോ നമ്മുടെ ബീമിലുള്ള ജോയിൻസ് ഏതൊക്കെയാണ്? ABCD ബീമിൽ ബിയും അതേപോലെ സി ആണ് ജോയിൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? BA പിന്നെ BC. ജോയിന്റ് ബിയുടെ മെമ്പേഴ്സ് BA പിന്നെ BC. സി ജോയിന്റിന്റെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? CB അതേപോലെ CD. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്പേഴ്സ് എഴുതുന്നു. പിന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ സ്റ്റിഫ്നെസ് എത്രയാണെന്ന് നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ജോയിന്റിലെ ജോയിന്റ് സ്റ്റിഫ്നെസ് എത്രയാണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഇവിടെ എഴുതേണ്ടത് K/σk ആണ്. K/K അല്ല, ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ ജോയിന്റ് സ്റ്റിഫ്നെസ് ആണ്. ആ ഒരു കറക്ഷൻ കൂടി ചെയ്യുക. K/σk. ഓക്കെ, സോ ഫസ്റ്റ് ജോയിന്റ് ഏതാണ്? B ജോയിന്റ് ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മെമ്പർ BA പിന്നെ BC ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. BA മെമ്പർ ആണ്. ഓക്കെ, BA മെമ്പറിന്റെ സ്റ്റിഫ്നെസ് എത്രയായിരിക്കും? BA എന്ന് പറഞ്ഞാൽ B is the near end and A is the far end. ഫാർ എൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫാർ എൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റിഫ്നെസിന്റെ വാല്യൂ എന്താണ്? 4EI/L ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ AB സ്പാനിൽ ഐന്റെ വാല്യൂ എന്താ? 1.5 I ആണല്ലോ. അപ്പോൾ 4E × 1.5/6 എന്നാണ് വരിക. കാരണം Lന്റെ വാല്യൂ 6 ആണ്. അപ്പം അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4E × 1.5I/6 വിച്ച് ഇസ് ഈക്വൽ ടു EI. 4 × 1.5 എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും വരിക. 6/6 ചെയ്താൽ EI എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് BC സ്പാനിൽ എന്താ വരിക?
ബി സി സ്പാനിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബി സി സ്പാനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബി എന്ന് പറയുന്നത് നിയർ എൻഡും സി എന്ന് പറയുന്നത് ഫാർ എൻഡും ആയിരിക്കും വരിക. അപ്പോൾ നോക്കിയേ, ഫാർ എൻഡ് സിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ ബി സിയിലെ സി എന്ന് പറയുന്ന ഫാർ എൻഡ് എടുക്കുവാണെങ്കിൽ സി എന്താണ്? കണ്ടിന്യൂസ് ആണ്. സിയുടെ ഇപ്പുറത്തേക്ക് ബീം പോകുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 4EI/L തന്നെയാണ് എടുക്കേണ്ടത്. സോ ഐ വാല്യൂ ഇവിടെ ഐ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം 4EI/3 ചെയ്യണം. സോ യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 1.33 EI. അപ്പം നമുക്ക് ജോയിൻറ്റ് ബിയിലുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കിട്ടി. അതായത് മെമ്പേഴ്സ് BA BCയുടെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ആ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് എത്രയായിരിക്കും? 1 + 1.33 EI ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 2.33 EI. 2 പ്രാവശ്യം എഴുതണമെന്നില്ല, ജസ്റ്റ് സെൻറ്ററിലായിട്ട് 2.33 EI എന്ന് എഴുതിയാൽ മതി. അപ്പം നമുക്ക് കെയും കിട്ടി, സിഗ്മ കെയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? K/σk. അപ്പം സിഗ്മ കെ വാല്യൂ 2.33 EI ആണ്. ഫസ്റ്റ് മെമ്പർ എടുത്തു കഴിഞ്ഞാൽ 1 EI ആണ് വരുന്നത്. അപ്പോൾ 1/2.33 ചെയ്ത് കഴിഞ്ഞാൽ 0.429 ആണ് വരിക. EI ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ K/σk ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണ്? 0.429 ആണ് ഫോർ ദ മെമ്പർ BA. ഇനി നെക്സ്റ്റ് BC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിഫ്നെസ്സും കിട്ടി, ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും കിട്ടി. 1.33 EI/2.33 EI ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ദ സ്പാൻ BC. അപ്പോൾ 1.33/2.33 ചെയ്ത് കഴിഞ്ഞാൽ 0.571 ആണ് കിട്ടുക. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണെന്ന് പറഞ്ഞ് എഴുതുക. ഇനി കമ്മിങ് ടു ജോയിൻറ്റ് സി ജോയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, CB അതേപോലെ CD. ഓക്കെ, CB മെമ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അവിടെ 4EI/L ആണോ വരിക? CB ആണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ CB എന്ന് പറഞ്ഞാൽ C ഇസ് ദ നിയർ എൻഡ് ആൻഡ് B ഇസ് ദ ഫാർ എൻഡ്. ഈ B ആണ് ഫാർ എൻഡ് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താ? ഫാർ എൻഡ് ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഫാർ എൻഡ് ഫിക്സ്ഡ് ആണല്ലോ. B എന്ന് പറയുന്നതാണ് നമ്മുടെ Cൻ്റെ ഫാർ എൻഡ്. ഓക്കെ, CB എന്ന് പറയുന്ന സ്പാനിൻ്റെ ഫാർ എൻഡ് B ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് B എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബീം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫാർ എൻഡ് ഇസ് കണ്ടിന്യൂസ് ഓവർ ഹിയർ. സോ ദ സ്റ്റിഫ്നെസ് വാല്യൂ ഇസ് 4EI/L. ഓക്കെ, അപ്പം ഐയുടെ വാല്യൂ എന്താണ്? ഐ തന്നെയാണ്. അപ്പോൾ 4 × EI/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കിട്ടും. ഇനി കമ്മിങ് ടു സ്പാൻ CD എടുക്കുവാണെങ്കിൽ C എന്ന് പറയുന്നത് നിയർ എൻഡും D എന്ന് പറയുന്നത് ഫാർ എൻഡും ആയിരിക്കും. അപ്പോൾ D എന്താണ് ഇവിടെ? ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്താണ്? സ്റ്റിഫ്നെസ്സിൻ്റെ 4EI/L ആണ്. ഐയുടെ വാല്യൂ ഇവിടെ 2I ആയതുകൊണ്ട് 4E × 2I/8 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CD സ്പാനിലുള്ള സ്റ്റിഫ്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ 4 × 2 8 ആണ്. 8/8 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് വാല്യൂ കിട്ടുക. അപ്പം EI അവിടെ ഓൾറെഡി ഉണ്ടാവും. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ EI. അപ്പം നമുക്കിവിടെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. 1.33 + 1 ആണ്. അതിന് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 2.33 EI ആണ് അപ്പോൾ കിട്ടുക. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? K/σk. 1.33/2.33 ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വാല്യൂ കിട്ടുക അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇവിടെയും EI ഉണ്ട്, ഇവിടെയും EI ഉണ്ട്, അതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 0.571 ആയിരിക്കും വരിക. ഇനി കമ്മിങ് ടു CD, EI/2.33 EI ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് എന്താ വാല്യൂ വരിക? 0.429 എന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒറ്റൊരു ജോയിൻറ്റ് B എന്ന് പറയുന്ന ജോയിൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഐട്രേഷൻ കൊണ്ട് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഐട്രേറ്റീവ് പ്രൊസീജിയറാണ്. ഓക്കെ, ബാലൻസിങ്, അതുപോലെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യണം, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പിന്നെ ക്യാരി ഓവർ മൊമെൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം ഫോർ എവറി ജോയിൻറ്റ്. ഇങ്ങനെ ചെയ്തിട്ട് എപ്പോഴാണോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ നെഗ്ലിജിബിൾ ആവുന്നത് അതുവരെ നമ്മൾ ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജോയിൻറ്റ് ഏതൊക്കെയാണോ അത് എഴുതുക. ഇപ്പോൾ ജോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? A ജോയിൻറ്റ്, B ജോയിൻറ്റ്, C ജോയിൻറ്റ്, D ജോയിൻറ്റ്. ഇതൊക്കെ ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് B ജോയിൻറ്റിലും അതേപോലെ C ജോയിൻറ്റിലുമാണ് കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് വരുന്നത്.
ആ കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സിലാക്കി വെക്കുക. സോ ഇറ്റ് ഈസ് റിട്ടൺ ഹിയർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. എക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്തായാലും ഇല്ല. ബിയിൽ എന്തൊക്കെ വരും? 0.429 വരും, 0.571 വരും. സിയിൽ 0.571 വന്നു, 0.429 വന്നു. ഈ വാല്യൂസ് നമ്മൾ എടുത്തേക്കുന്ന ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ടേബിളിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വാല്യൂസ് ആണ് എഴുതേണ്ടത്. അപ്പം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഫോർ എ ബി, ബി എ, ബി സി, സി ഡി, ഇത്രയും വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. എ ബിയുടെ വാല്യൂ എക്ക് താഴെ എഴുതുക, ഈ ബിയുടെ നേരെ താഴെ ബി എയുടെ വാല്യൂ എഴുതുക, ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വാല്യൂ എഴുതുക. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ വാല്യൂം ഹൊറിസോണ്ടലി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോയിൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ജോയിന്റ് ബി, ജോയിന്റ് സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജോയിന്റ് ബി നോക്കാം. ഇവിടെയുള്ള മൊമെന്റ് ഏതൊക്കെയാണ്? ജോയിന്റ് ബിയിൽ 53.33 എന്നൊരു മൊമെന്റും ഉണ്ട്, -15 എന്ന് പറഞ്ഞ മൊമെന്റും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ബീമിൻ്റെ സപ്പോർട്ട്സിനെ ഫിക്സ്ഡ് ആയി എന്ന് അസ്യൂം ചെയ്യുന്നു. ഫിക്സ്ഡ് ആയ ബീമിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പോവാണ്? ചെറുതായിട്ട് ആ ഫിക്സിറ്റി അങ്ങ് മാറ്റുവാണ്, റൊട്ടേഷൻ അങ്ങ് അലൗ ചെയ്യും. ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് ഒരു അൺബാലൻസ്ഡ് മൊമെന്റ് എവിടെ ഉണ്ടാവുന്നുണ്ട്? ജോയിൻസിൽ ഉണ്ടാവുന്നുണ്ട്. ഈ അൺബാലൻസ്ഡ് മൊമെന്റ് നമ്മൾ ബാലൻസ് ആക്കണം. അപ്പം മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ അൺബാലൻസ്ഡ് മൊമെന്റിനെ ബാലൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താണോ അൺബാലൻസ്ഡ് മൊമെന്റ് ഉള്ളത് അതിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടൊരു മൊമെന്റ് കൊടുത്താൽ മതി, അപ്പോഴാണല്ലോ ബാലൻസ് ആവുക. അപ്പോൾ നമ്മൾ ബി ജോയിന്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ 53.33 അതേപോലെ -15 എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? 53.33 -15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 38.33 എന്ന വാല്യൂ ആണ് കിട്ടുക. ദിസ് ഈസ് ദ അൺബാലൻസ്ഡ് മൊമെന്റ് ഫോർ ദ ജോയിന്റ് ബി. ഈ അൺബാലൻസ്ഡ് മൊമെന്റിനെ നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? +38.33 എന്ന വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ മെമ്പേഴ്സായ ബി എയിലേക്കും ബി സിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, 53.33 -15 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 38.33 ആണ്. ആ വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുക്കുന്നു, അതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 38.33 എന്ന് പറഞ്ഞ അൺബാലൻസ്ഡ് മൊമെന്റിനെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, കാരണം എനിക്ക് വേണ്ടത് ബാലൻസ് മൊമെന്റ് ആണ്. അപ്പം പോസിറ്റീവ് 38.33 എന്ന അൺബാലൻസ്ഡ് മൊമെന്റ് ഞാൻ എന്ത് ചെയ്തു? -38.33 എന്ന മൊമെന്റ് ആക്കി മാറ്റി അതിനെ ഞാൻ ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ -38.33 മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്ത് എന്താണോ കിട്ടുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ എഴുതി കൊടുക്കുക. അതായത് -38.33 × 0.429 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -16.44 ആയിരിക്കും. അത് കറസ്പോണ്ടിംഗ്ലി ബിക്ക് താഴെ എഴുതി കൊടുക്കുക, 53.33ക്ക് താഴെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് 38.33 -38.33 മൾട്ടിപ്ലൈഡ് ബൈ 0.571 ചെയ്താൽ നമുക്ക് -21.89 ആയിരിക്കും കിട്ടുക. അതും കറസ്പോണ്ടിംഗ്ലി എഴുതി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അൺബാലൻസ്ഡ് മൊമെന്റ് നമ്മൾ ബാലൻസ് മൊമെന്റ് ആക്കാൻ വേണ്ടി സെയിം മാഗ്നിറ്റ്യൂഡ് അതേപോലെ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുത്തു. അതിനുശേഷം അതിൻ്റെ മെമ്പേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ബൈ മൾട്ടിപ്ലൈങ് ദ ബാലൻസ്ഡ് മൊമെന്റ് വിത്ത് വാട്ട്? ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ജോയിന്റ് ബി ഇവിടെ കംപ്ലീറ്റ് ആയി, അതായത് ഇതിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു മെമ്പേഴ്സിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ബാലൻസിങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാലൻസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ഈ ഒരു സ്റ്റെപ്പിലാണ് നടക്കുന്നത്. കമ്മിങ് ടു ജോയിന്റ് സി, ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെയുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 15 - 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അൺബാലൻസ്ഡ് മൊമെന്റ് വരിക? -15 ആയിരിക്കുമല്ലോ. ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈക്വലന്റ് ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡിലുള്ള മൊമെന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 15 - 30 എന്ന് പറഞ്ഞ -15 അൺബാലൻസ്ഡ് മൊമെന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ +15 ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദീസ് ടു മെമ്പേഴ്സ്. അപ്പം +15 മൾട്ടിപ്ലൈഡ് ബൈ 0.571 ചെയ്ത് എന്താണോ കിട്ടുന്നത് അത് ഇവിടെ എഴുതുക. +15 മൾട്ടിപ്ലൈഡ് ബൈ 0.429 ചെയ്ത് എന്താണോ കിട്ടുന്നത് അത് ഇവിടെ എഴുതുക. ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ക്യാരി ഓവർ ദ മൊമെന്റ്. അതായത് ഈ കിട്ടിയ മൊമെന്റിന് നമ്മൾ ഇതിൻ്റെ ഫാർ എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഈ കിട്ടിയ മൊമെന്റിനെ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഇവിടെ കിട്ടിയ മൊമെന്റിനെ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഇവിടെ കിട്ടിയ മൊമെന്റിനെ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ,
ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 16.44 ആണല്ലോ. -16.44ന്റെ ക്യാരി ഓവർ മൊമെന്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഹാഫ് കൊണ്ടാണ്. അപ്പം ഇതിന്റെ നേരെ ഹാഫ് വാല്യൂ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ടത്. അപ്പം -16.44 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് -8.22 ആണ് വരിക. അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് -21.89 ആണല്ലോ. ബി സി സ്പാൻ ആണല്ലോ ഇപ്പോൾ നമ്മളുള്ളത്. ബി സിയുടെ വാല്യൂ അല്ലേ, ബി സിയിലുള്ള ബാലൻസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് ആണ് -21.89. ഇതിനെ ക്യാരി ഓവർ നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഈ വാല്യൂയിലേക്കാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഇതിനെ ക്യാരി ഓവർ ചെയ്യുക. അപ്പോൾ ഇതിനെ നേരെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ -10.95 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഈ ഒരു മൊമെന്റ് നമ്മൾ എങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക, ഇതിന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഈ സിയിലുള്ള സംഭവത്തിന് നമ്മൾ ബിയിലേക്കാണ് ക്യാരി ഓവർ ചെയ്യുക. അപ്പോൾ 4.29 കിട്ടി. ബി സി സ്പാനിലെ സംഭവത്തിന് നമ്മൾ ബിയിൽ നിന്ന് സിയിലേക്ക് മാറ്റി, സിയിലുള്ളതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന വാല്യൂ ഇതാണ്, 6.44 ആണ്. ഈ വാല്യൂവിനെ ക്യാരി ഓവർ ചെയ്ത് നമ്മൾ ഡി എൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് വരുന്ന മൊമെന്റ് കാരണം അതിൻ്റെ ഫാർ എൻഡിൽ ഒരു എന്തുണ്ടാവുന്നുണ്ട്, ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ മൊമെന്റ് ഡെവലപ്പ് ആവുന്നത് നമ്മൾ ക്യാരി ഓവർ മൊമെന്റ് ആയിട്ട് മാറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ മൊമെന്റ് ആണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് മാറ്റുന്ന മൊമെന്റ് 3.22. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്യാരി ഓവർ മൊമെന്റും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഓവർ മൊമെന്റ് കൊടുത്താൽ വീണ്ടും എന്തായി, ബാലൻസ് ചെയ്ത മൊമെന്റ് അൺബാലൻസ്ഡ് ആയി. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ജോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ജോയിന്റ് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ബി ജോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അൺബാലൻസ്ഡ് മൊമെന്റ് ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, 4.29 ഉണ്ട്. സിയിൽ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ -10.95 ആണ്. ഇനി ഇവിടെയുള്ള 4.29ന് ഞാൻ ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ 4.29 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാലൻസ്ഡ് മൊമെന്റ് എന്തായിരിക്കും, -4.29 ആയിരിക്കും. -4.29 മൾട്ടിപ്ലൈഡ് ബൈ 0.429 ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വാല്യൂ കിട്ടുന്നത് അതിവിടെ എഴുതുക. ദ വാല്യൂ വിൽ ബി -1.84. അതേപോലെ 4.29 മൾട്ടിപ്ലൈഡ് ബൈ 0.571. 4.29 എന്ന് പറഞ്ഞാൽ -4.29 ആണ്, കാരണം അൺബാലൻസ്ഡ് ആണ് 4.29. ബാലൻസ്ഡ് മൊമെന്റ് ആകുമ്പോൾ അത് -4.29 ആവും. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ -4.29 ഇൻറ്റു 0.571 ഈസ് ഈക്വൽ ടു -2.45. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് ഓവർ ഹിയർ. ഇനി നമ്മൾ സി ജോയിന്റിൽ എടുക്കുമ്പോൾ -10.95 എന്ന് പറയുന്ന അൺബാലൻസ്ഡ് മൊമെന്റ് ആണുള്ളത്. ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, +10.95 ആണ് എടുക്കേണ്ടത്. അതിനെ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ 10.95 മൾട്ടിപ്ലൈഡ് ബൈ 0.571 ഈസ് ഈക്വൽ ടു 6.25. 10.95 മൾട്ടിപ്ലൈഡ് ബൈ 0.429 ഈസ് ഈക്വൽ ടു 4.70. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബാലൻസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മൊമെന്റ്സ് ആണ്. ഇനി ബാലൻസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മെമ്പേഴ്സിൽ വരുന്ന മൊമെന്റ് കാരണം അതിൻ്റെ ഫാർ എൻഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ മൊമെന്റ് എത്രയാണെന്ന് പറഞ്ഞാൽ എന്താ, എത്രയാണോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മൊമെന്റ് അതിൻ്റെ ഹാഫ് മൊമെന്റ് ആണ് അതിൻ്റെ ഫാർ എൻഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. -1.84 ബൈ 2 ചെയ്ത് എന്താണോ മൊമെന്റ് കിട്ടുന്നത്, ഈ ഒരു മൊമെന്റ് ആണ് ഇതിൻ്റെ ഫാർ എൻഡ് ആയ എയിൽ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ 1.84 ബൈ 2 ചെയ്താൽ 0.92 ആണ് കിട്ടുക. നെഗറ്റീവ് വാല്യൂ ഉള്ളത് കൊണ്ട് -0.92 തന്നെ ചെയ്യുന്നു. ഓക്കെ, ഇനി ബി സി ആണല്ലോ സ്പാൻ ഉള്ളത്. ഇത് ഇപ്പോൾ -2.45 ആണല്ലോ നമുക്ക് കിട്ടുന്ന മൊമെന്റ്. അതിൻ്റെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സി ആയിരിക്കുമല്ലോ. അപ്പോൾ സിയിൽ വരുന്ന അല്ലെങ്കിൽ സിയിലേക്ക് പോകുന്ന ക്യാരി ഓവർ മൊമെന്റ് എത്രയായിരിക്കും, ഇതിനെ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ മൊമെന്റ് വരുന്നത് അതാണ് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ -1.23. ഇനി സി ബി സ്പാനിൽ വരുന്ന മൊമെന്റ് 6.25 ആണ്. അപ്പം സി ബി എന്ന് പറഞ്ഞാൽ ബി ആണ് ഫാർ എൻഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്, ഫാർ എൻഡിലേക്ക് ഒരു ക്യാരി ഓവർ മൊമെന്റ് കൊടുക്കണം. 6.25 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ക്യാരി ഓവർ മൊമെന്റ്. അപ്പോൾ 3.13. ഇനി സി ഡി സ്പാൻ കൺസിഡർ ചെയ്താൽ 4.70 ആണ് നമ്മുടെ മൊമെന്റ് ഓവർ ഹിയർ, ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് കാരണം ഇതിൻ്റെ ഫാർ എൻഡ് ആയ ഡിയിൽ ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതാണ് 2.35. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ ക്യാരി ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോ മാർക്ക് കൊടുക്കുക. ബാലൻസ് ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒരു ലൈന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട് ക്യാരി ഓവർ മൊമെന്റ് ഫോർ ഈച്ച് സപ്പോർട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് -0.92 കിട്ടിയിട്ടുണ്ട്. പിന്നെ ബി ജോയിന്റ് 3.13 എന്ന അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് കിട്ടിയേക്കുന്നത്.
ജോയിൻറ്റിൽ അൺബാലൻസ്ഡ് മൊമെൻറ്റിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ 3.13 എന്ന് പറഞ്ഞ അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, -3.13 ആണ് എടുക്കേണ്ടത്. -3.13 മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ചെയ്താൽ -1.34 കിട്ടും. അതേപോലെ -3.13 മൾട്ടിപ്ലൈ ബൈ 0.57 ചെയ്ത് കഴിഞ്ഞാൽ -1.79 കിട്ടി. ഇനി കമ്മിങ് ടു ജോയിൻറ്റ് സി, -1.23നെ 0.571, ഇവിടെ -1.23 ആണ് അൺബാലൻസ്ഡ് മൊമെൻറ്റ്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ 1.23 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 1.23 മൾട്ടിപ്ലൈഡ് ബൈ 0.571 ചെയ്താൽ 0.70 കിട്ടും. അതേപോലെ 1.23നെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.53 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബാലൻസിങ് അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെൻ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു മൊമെൻറ്റ് കാരണം അതിൻ്റെ ഫാർ എൻഡിൽ ഒരു ക്യാരി ഓവർ മൊമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഫാർ എൻഡിൽ ഒരു മൊമെൻറ്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റിൻ്റെ പകുതി നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ നമ്മൾ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 0.67, 0.35, -0.90, 0.27. ഓക്കെ, ഇനി ജോയിൻറ്റ് ബിയിൽ നോക്കുന്ന സമയത്ത് 0.35 എന്ന് പറഞ്ഞ അൺബാലൻസ്ഡ് മൊമെൻ്റ് ആണുള്ളത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി -0.35 ആണ് വരേണ്ടത്. ആ -0.35നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എഴുതുന്നു -0.35 മൾട്ടിപ്ലൈഡ് ബൈ 0.571 ചെയ്താൽ ഇവിടെ വാല്യൂ കിട്ടും. -0.90നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി +0.90 ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതുന്നു. ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂനെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു, പിന്നെ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ നമുക്ക് -0.08, ഓക്കെ, 0.26, -0.1, 0.20 ഇത്രയും ക്യാരി ഓവർ മൊമെൻറ്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ജോയിൻറ്റ് ബി എടുക്കുന്നു. ഇതാണ് നമ്മുടെ അൺബാലൻസ്ഡ് മൊമെൻറ്റ്. സിയിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇതാണ്. അപ്പോൾ 0.26ൻ്റെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി -0.26 ആണ് എടുക്കേണ്ടത്. ആ -0.26 മൾട്ടിപ്ലൈഡ് ബൈ 0.429 ചെയ്താൽ -0.11 കിട്ടും. അതേപോലെ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -0.15 കിട്ടും. ഇനി -0.1നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കണം, 0.1 എടുക്കണം. ആ 0.1 മൾട്ടിപ്ലൈഡ് ബൈ 0.57 ചെയ്താൽ 0.06 കിട്ടും. അതേപോലെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.04 കിട്ടും. 0.04 കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കി ഇവിടെ 0.11, 0.15, 0.06, 0.04 ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ആണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെൻറ്റ് ആണല്ലോ. ഈ മൊമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നെഗ്ലിജിബിൾ അല്ലേ. 0.06, 0.04 എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഒരു ഐട്രേഷൻ ചെയ്യാൻ മാത്രമുള്ള ഇതിന് ആ ഒരു ഇതില്ല, ഐട്രേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇനിയില്ല, കാരണം അത്രയും നെഗ്ലിജിബിളായി. അപ്പം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. ഓർമ്മിക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മൊമെൻറ്റ്സ് എപ്പോഴാണോ നെഗ്ലിജിബിൾ ആവുന്നത് അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം എല്ലാ മൊമെൻറ്റ്സിനെയും ആഡ് ചെയ്തിട്ട് ഫൈനൽ മൊമെൻ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, എ ജോയിൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ -26.67, -8.22, -0.92, -0.67, -0.08 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -36.56 കിട്ടും. അത് കഴിഞ്ഞ് ബി ജോയിൻറ്റ്, ഓക്കെ, ബി എ എന്ന് പറയുന്ന വാല്യൂ നോക്കുക. ഫൈനൽ മൊമെൻറ്റ് 53.33, -16.44, -1.84, -1.34, -0.15, -0.11 ചെയ്ത് കഴിഞ്ഞാൽ 33.45 കിട്ടും. പിന്നെ ബി സി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ -15, -21.89, +4.29, -2.45, +3.13, -1.79, 0.35, -0.2, 0.26, -0.15 ഇത് ചെയ്ത് കഴിഞ്ഞാൽ -33.45 ആണ് കിട്ടുക. ഇങ്ങനെ കറസ്പോണ്ടിംഗ്ലി എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഫൈനൽ മൊമെൻറ്റ്സും എഴുതുന്നു. ഇപ്പം സി സപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സി ബിയുടെ മൊമെൻറ്റിൻ്റെ വാല്യൂ 17.92, സി ബിയുടെ വാല്യൂ ആണ് 17.92, സി ഡിയുടെ വാല്യൂ -17.9, ഡി സിയുടെ വാല്യൂ 36.04. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ എൻഡ് സപ്പോർട്ട് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫൈനൽ മൊമെൻറ്റ്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ രണ്ട് വാല്യൂസ് ആണ് മെയിൻലി വരിക. ഒന്ന് എൻഡ് സപ്പോർട്ട് മൊമെൻറ്റ് വാല്യൂസ്, മറ്റൊന്ന് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ്. ഈ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ലോഡിങ് സ്പാനിൽ വരുന്ന മൊമെൻറ്റ് എന്താണോ അതാണ് നമ്മൾ കാണിക്കേണ്ടത്.
പിന്നെ ഫൈനൽ മൊമെന്റ് വാല്യൂ എന്താണ്? എൻഡ് സപ്പോർട്ടിൽ ഏത് മൊമെന്റ് ആണോ വരുന്നത് അതും കൂടി നമ്മൾ ഒരേ ഫിഗറിൽ കാണിക്കണം. രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി വാല്യൂസ് വരുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഹാച്ച് ചെയ്യണം. ഓക്കെ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. സോ ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ എ ബി സ്പാനിൽ ഒരു പോയിന്റ് ലോഡ് 60 കിലോ ന്യൂട്ടൺ ആയിരുന്നു ആക്ട് ചെയ്യുന്നത്. സോ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? WAB/L ആണ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ. പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ട്രയാങ്കിൾ ആണ് വരിക. അപ്പോൾ 60 ആണ് ലോഡ്. ലോഡ് എന്ന് എ പോർഷൻ എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്, ബി 2 ആണ്. സോ WAB/L, എല്ലിന്റെ വാല്യൂ 6 ആണ്. അപ്പോൾ 60 × 4 × 2/6 ചെയ്താൽ 80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഫോർ എ ബി സ്പാൻ. ഇനി കമ്മിങ് ടു ബി സി സ്പാൻ, ഒരു UDL ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ WL²/8 ആയിരിക്കും. ഓക്കെ, സോ ലോഡ് 20 ആണ്, എൽ വാല്യൂ 3 ആണ്. അപ്പോൾ 20 × 3²/8 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 22.5. നെക്സ്റ്റ് സ്പാൻ CD ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 30 കിലോ ന്യൂട്ടൺ ആയിരുന്നു. ഓക്കെ, സെൻറ്റർ ലോഡിംഗ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ WL/4 ആണ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ. ഓക്കെ, അപ്പം 30 × L വാല്യൂ 8 ആണ്. അപ്പം WL/4 = 60 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡിംഗ് കാരണം വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെന്റ് വാല്യൂസ് ഉണ്ടല്ലോ, ഫൈനൽ മൊമെന്റ്സ്, അത് നമ്മൾ കാണിക്കണം. അപ്പോൾ അത് ഞാനിപ്പം കിട്ടിയിരിക്കുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കാണിച്ചു, പോസിറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് കാണിച്ചു. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ കാണിച്ചേക്കുന്നത് എൻഡ് സപ്പോർട്ടിന്റെ മൊമെന്റ് വാല്യൂസ്. ഓക്കെ, 36.56, 33.45, 33.45, 17.91, 17.91, 36.04. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇത് ഹോഗിങ് ആണോ സാഗിങ് ആണോ എന്ന് നോക്കണം. ഹോഗിങ് ആണെങ്കിൽ നമ്മൾ റെഫറൻസ് ലൈനിന്റെ മേലെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ലൈനിന്റെ ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസും റൈറ്റിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഹോഗിങ് മൊമെന്റ് ആയിരിക്കുമല്ലോ. നമ്മളിവിടെ സെക്ഷൻ ലൈൻ എടുത്തു. ഇവിടെ എന്താ കാണുന്ന? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. അതായത് കിട്ടിയിരിക്കുന്ന രണ്ട് വാല്യൂസ് എവിടെയാണ് വരേണ്ടത്? റെഫറൻസ് ലൈനിന്റെ മേലോട്ടാണ് വരിക. ഓക്കെ, സോ ജസ്റ്റ് മാർക്ക് 36.56, 33.45 രണ്ട് വാല്യൂസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന BC സ്പാൻ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. സെക്ഷൻ ലൈൻ എടുക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പോൾ രണ്ട് വാല്യൂസ് എവിടെയാണ് വരിക? മേലോട്ടേക്കാണ് കാണിക്കുക. കാരണം അത് രണ്ടും എന്താണ്? ഹോഗിങ് മൊമെന്റ് ആണ്. സോ you have to draw above the reference line. നെക്സ്റ്റ് സ്പാൻ വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യാണ് CD. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പം 17.19 കാണിക്കുന്നു നമ്മുടെ റെഫറൻസ് ലൈനിന്റെ മേലെ. അതേപോലെ 36.04 എന്ന വാല്യൂ മേലോട്ടേക്ക് കാണിക്കുന്നു. എല്ലാ ലൈൻസും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, രണ്ട് വാല്യൂസും കൂടി മേർജ് ആവുന്ന പ്ലേസസ് ആണ് ഇതൊക്കെ. ഈ വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസും, അതായത് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന കോമ്പിനേഷൻ പോർഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് നള്ളിഫൈ ആയിപ്പോവും. പിന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഇൻഡിവിജ്വലി എവിടെയാണോ വരുന്നത്, സൂപ്പർ ഇമ്പോസ് ആവാത്ത സ്പേസസ് ഏതൊക്കെയാണോ അത് മാത്രം നമ്മൾ ഹാച്ച് ചെയ്താൽ മതി. കാരണം അതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ഈ ഒരു പോർഷൻ ഹാച്ച് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. പിന്നെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് വരുന്നതൊക്കെ പോസിറ്റീവ് ആയിരിക്കും. റെഫറൻസ് ലൈനിന്റെ മേലെയാണെങ്കിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ബട്ട് സപ്പോർട്ട് മൊമെന്റ് വാല്യൂ ആണെങ്കിൽ, അതായത് എൻഡ് സപ്പോർട്ട് വാല്യൂ ആണെങ്കിൽ അത് നമ്മുടെ റെഫറൻസ് ലൈനിന്റെ മേലെ നെഗറ്റീവ് എന്നാണ് മാർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ വാല്യൂസും മാർക്ക് ചെയ്യുക. എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക.